ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പഴയ നിയമത്തിൽ ഈ വീണ്ടും ജനനത്തെ കുറിച്ച് വ്യക്തമായ പാഠമോ പഠിപ്പീരോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ചില സൂചനകളുണ്ട്. നിന്റെ മേൽ ഞാൻ നിർമ്മല ജലം തളിക്കും, പുതിയൊരു ഹൃദയം നിനക്ക് തരും, പുതിയൊരു ആത്മാവിനെ നിന്റെ ഉള്ളിൽ തരും. പിന്നെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ചത്ത അസ്ഥികൂടങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ വീണ്ടും ജനനത്തിന്റെ സൂചനകൾ പഴയ നിയമത്തിൽ അവിടെ ഇവിടങ്ങളിലായിട്ട് ഉണ്ട്. സാധാരണക്കാരൻ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകത്തില്ല. പക്ഷെ കർത്താവ് തന്നോട് പറയുന്നത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് ഇത് അറിയുന്നില്ലയോ? എന്താ കാരണം? നീ ഇരിക്കുന്ന സ്ഥാനം എന്റെ ജനത്തെ ഉപദേശിക്കുവാനും അവരെ പഠിപ്പിക്കുവാനുമുള്ള സ്ഥാനമാണ്. ആ സ്ഥാനത്തിരിക്കുന്ന നീ എന്നോട് ചോദിച്ച് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു, ദൈവത്തോട് ചോദിച്ച് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നും കൂടെ ഒരു സൂചന പ്രിയമുള്ളവരെ ഈ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പോൾ സിനഗോഗുകളിലെ പഠനം കൊണ്ട് മാത്രം ദൈവികമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. അവരുടെ പഠനത്തിന്റെ ആകെ തുകയാ അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈ കർത്താവ്. ഒരു മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉപദേഷ്ടാവും ഒരു മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനവും മിശിഹ അവരുടെ മുമ്പിലൂടെ നടന്നപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തിരുവെഴുത്തിൽ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതാ കർത്താവ് പറഞ്ഞത്, കുരുടനെ കുരുടൻ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും, അവരെ വിടുവിൻ, അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. ഈ പശ്ചാത്തലത്തെ ഇന്നത്തെ കാലഘട്ടവുമായി നാം താരതമ്യം ചെയ്ത് ചിന്തിച്ചാൽ പ്രിയമുള്ളവരെ, ബൈബിൾ കോളേജിലെ തിയറിയും തിയോളജിയും കൊണ്ട് ക്രിസ്തീയ സത്യങ്ങളെ ഗ്രഹിപ്പാനോ അതിനൊത്തവണ്ണം ജീവിക്കാനോ കഴിയത്തില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ദൈവത്തിന് മഹത്വം. ഈ ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്ന കോഴി, നാടൻ കോഴി, ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്ന നാടൻ കോഴി 21 ദിവസം അടയിരുന്ന് മുട്ട വിരിയിച്ച് തന്റെ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കും, അല്ലെങ്കിൽ ജനിപ്പിക്കും. ഇന്ന് ഇറച്ചി കോഴികളെ, ബോയിലർ കോഴികളെ 21 ദിവസം ഇൻക്യുബേറ്ററിൽ വെച്ച് താപനില 37.5 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തി പ്രത്യേക ചൂടും താപനിലയും ഒക്കെ കൊടുത്ത് ഇറക്കും. രണ്ടും കോഴിയാ. പക്ഷെ നാടൻ കോഴി എല്ലാ അർത്ഥത്തിലും ഈ ബോയിലർ കോഴിയേക്കാൾ 100 മടങ്ങ് മികച്ചതാ. അതിന്റെ ഉന്മേഷം, അതിന്റെ ആരോഗ്യം, ഇങ്ങനെ എല്ലാം കൊണ്ടും പ്രിയമുള്ളവരെ നാടൻ കോഴി ബോയിലർ കോഴിയേക്കാൾ 100 മടങ്ങ് മികച്ചതാ. ഞാനിത് പറഞ്ഞതിന്റെ സാരം പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ്, ദൈവദാസന്മാരൊക്കെ വളർച്ച പ്രാപിക്കേണ്ടത്, ദൈവദാസന്മാരൊക്കെ ഉണ്ടായി വരേണ്ടത് ദൈവസഭയ്ക്കകത്താണ്. അതിന് പുറത്തൊരു സംവിധാനം ദൈവം വെച്ചിട്ടില്ല, ദൈവം ക്രമീകരിച്ചിട്ടില്ല. മനുഷ്യന്റെ ക്രമീകരണമോ മാനുഷികമായിരിക്കുന്ന ക്രമീകരണമോ.